Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് മാർച്ച് 8 തീയതി മുതൽ ആരംഭിക്കുകയാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. BCom ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ദെൻ BCom BBA സ്റ്റുഡൻസിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ഈ രണ്ട് സബ്ജക്ട്സിന്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഞാൻ ആ വീഡിയോയിൽ എക്സാമിന്റെ പാറ്റേൺ, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പറഞ്ഞത് PGയുടെ ആയിരുന്നു. സോ UGയുടെ BCom BBA അതുപോലെ തന്നെ BA സ്റ്റുഡൻസിന്റെ ഒക്കെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇപ്രാവശ്യത്തെ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. അത് മാത്രമല്ല അസൈൻമെന്റ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഓരോ സെമസ്റ്ററിലും മേജർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ടാവും, മൈനർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ്, വാല്യൂ ആഡഡ് കോഴ്സസ്, അങ്ങനെ പലതരത്തിലുള്ള പേപ്പേഴ്സ് ഉണ്ട്. ഓരോന്നിൻ്റെയും ക്രെഡിറ്റ്സ് ഡിഫറെൻ്റ് ആണ്. അതനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാർക്സിലും വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ ഇപ്പോൾ BCom BBA സ്റ്റുഡൻസിനൊക്കെ അല്ലെങ്കിൽ BA-ക്കാർക്കാണെങ്കിലും നമുക്ക് മേജർ വരുന്നുണ്ട് ഒരെണ്ണം, ഒരു സബ്ജക്റ്റ് മൈനർ വരുന്നുണ്ട്. അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്, മൾട്ടി ഡിസിപ്ലിനറി, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിലും വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതിനേക്കാൾ മുമ്പത്തെ പാറ്റേൺ അല്ല 4 year UG ആയിപ്പോൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് അപ്പോൾ 4 year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഫ്രെയിംവർക്ക് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടോ. അതിൽ 6 credits ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 3 hours ക്വസ്റ്റ്യൻ പേപ്പർ, ദെൻ ഇന്റേണൽ മാർക്സ് 30, എക്സ്റ്റേണൽ 70, ദെൻ ടോട്ടൽ 100. ദെൻ 4 credits ഉള്ളതാണെങ്കിൽ 2 hours എക്സാം ആണ് ഉണ്ടാവുക. ഇന്റേണൽ 20, ദെൻ എക്സ്റ്റേണൽ 45, ടോട്ടൽ 65 മാർക്സ് ആണ് വരിക. ദെൻ 2 credits ആണെങ്കിൽ 1 hour എക്സാം, ഇന്റേണൽ 10, എക്സ്റ്റേണൽ 23, ദെൻ ടോട്ടൽ മാർക്സ് 33. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ 2 സബ്ജക്ട്സ് വരുന്നത് മേജറും മൈനറും, അതിനൊക്കെ 6 credits ആണ്. പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റും അതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറിയും, അത് 4 credits ആണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് എക്സാമിൻ്റെ പാറ്റേണിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം 6 credits ആവുമ്പോൾ ഈ BA BCom BBA എല്ലാത്തിൻ്റെയും 70 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ അതിൽ 4 സെക്ഷൻസ് ആണ്. സെക്ഷൻ A ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ A വരുന്നത് 1 മാർക്കാണ് വരുന്നത്. 10 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ 8 എണ്ണത്തിന് നമ്മൾ ആൻസർ, ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത് 8 എണ്ണമാണ്. ഒരു ചോദ്യത്തിന് 1 മാർക്ക്, ദെൻ ടോട്ടൽ മാർക്സ് 8 ആണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് പാർട്ട് എയിൽ 1 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ്. അതിൽ 10 ചോദ്യങ്ങൾ വരും, 8 എണ്ണത്തിന് ആൻസർ ചെയ്യുക, ടോട്ടൽ 8 മാർക്സ്. ദെൻ പാർട്ട് B എന്ന് പറയുമ്പോൾ 2 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്. ദെൻ ടോട്ടൽ 8 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ 6 എണ്ണത്തിന് ആൻസർ ചെയ്യണം. ദെൻ ടോട്ടൽ മാർക്സ് 12 ആണ് വരുന്നത്. ഇതാണ് പാർട്ട് B. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 8 എണ്ണം ഉണ്ടായിരിക്കും, 6 എണ്ണത്തിന് ആൻസർ ചെയ്യുക, ടോട്ടൽ 12 മാർക്സ്. ദെൻ സെക്ഷൻ സിയുടെ ഡീറ്റെയിൽസിലോട്ട് വരുമ്പോൾ നമുക്ക് 5 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്. നമുക്ക് 8 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ 6 എണ്ണത്തിന് ആൻസർ ചെയ്യുക. സോ 6 × 5 30 മാർക്സ് ആണ് ടോട്ടൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്രയായി? 8 + 12 20, 20 + 30 50. ഇനി നമുക്ക് essay ആണ് വരുന്നത്. 10 മാർക്സ് ആണ് essayക്ക്. 4 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ 2 എണ്ണത്തെ ആൻസർ ചെയ്യുക. സോ 10 × 2 20, അങ്ങനെ ടോട്ടൽ 70 മാർക്സ് ആണ് നമുക്ക് വരുന്നത്.
അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. ഓക്കെ, അപ്പോൾ 6 ക്രെഡിറ്റ്സിൻ്റെ എക്സാം ആകുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിനും ഒക്കെ ഈ ഒരു പാറ്റേൺ ആണ് വരാം. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് മുമ്പത്തെ പാറ്റേൺ വളരെ ഈസി ആയിരുന്നു, നമ്പർ ഓഫ് ഓപ്ഷൻസ് വളരെ കൂടുതലായിരുന്നു. ഇനി നെക്സ്റ്റ് 4 ക്രെഡിറ്റ്സിൻ്റെ ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, അതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി, അതൊക്കെയാണ് ഈ 4 ക്രെഡിറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് 2 മണിക്കൂർ എക്സാമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലെ പാർട്ട് എയിൽ 1 മാർക്സിൻ്റെ ചോദ്യങ്ങൾ 45 മാർക്കാണ് കേട്ടോ എക്സാം മാക്സിമം വരുന്നത്. മറ്റേത് 70 ആണെങ്കിൽ ഇവിടെ 45 ഉള്ളൂ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റേണൽ 20 ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ 45 + 20 65 മാർക്സ് അങ്ങനെയാണ് വരിക. ഇനി നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ 8 ചോദ്യങ്ങൾ വരുന്നു. 5 എണ്ണത്തിന് ആൻസർ ചെയ്യുക. 5 × 1 5 മാർക്സ് സെക്ഷൻ എ. പിന്നെ നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ 8 ചോദ്യങ്ങൾ വരുന്നു. 5 എണ്ണത്തിന് ആൻസർ ചെയ്യുക. 5 × 2 10 മാർക്ക് സെക്ഷൻ ബി. ദെൻ സെക്ഷൻ സി 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 6 എണ്ണം തരുന്നു. 4 എണ്ണത്തിന് ആൻസർ ചെയ്യുക. സോ 4 × 5 20 മാർക്ക് സെക്ഷൻ സി. ദെൻ എസ് എ വരുമ്പോൾ 10 മാർക്കിൻ്റെ എസ് എ 2 ചോദ്യങ്ങൾ നൽകുന്നു. ഒരെണ്ണത്തിന് ആൻസർ ചെയ്യുക. 10 × 1 10. ഇങ്ങനെ 45 മാർക്കാണ് നമുക്ക് ഈ മൾട്ടി ഡിസിപ്ലിനറി അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റിൻ്റെ ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്മൾ 2 മണിക്കൂറിൻ്റെ എക്സാമേ വരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ 4 ക്രെഡിറ്റ്സിൻ്റെ എക്സാം പാറ്റേൺ. ഇനി 2 ക്രെഡിറ്റ്സ് ഉണ്ട്. വാല്യൂ ആഡഡ് ഒക്കെ കോഴ്സസിനാണ് 2 ക്രെഡിറ്റ്സ്. അപ്പോൾ അത് 1 മണിക്കൂറിൻ്റെ എക്സാമാണ്. 23 മാർക്കാണ് എക്സാമിൻ്റെ വരുന്നത്. ടോട്ടല് എക്സ്റ്റേണല് ഇന്റേണൽ 10 മാർക്ക്, അങ്ങനെ ടോട്ടൽ മാർക്സ് 33 ആണ്. അപ്പോൾ ഇവിടെ 3 സെക്ഷൻസേ ഉള്ളൂ. ഫസ്റ്റ് സെക്ഷനിൽ 8 ചോദ്യങ്ങൾ തരുന്നു. അതിൽ 5 എണ്ണത്തിന് ആൻസർ ചെയ്യുക. 5 × 1 5. ദെൻ സെക്ഷൻ ബിയിൽ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 6 എണ്ണം നൽകുന്നു. അതിൽ 4 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. 4 × 2 8. ദെൻ സെക്ഷൻ സിയിൽ 5 മാർക്കിൻ്റെ ചോദ്യം 3 ചോദ്യങ്ങൾ നൽകുന്നു. സെക്ഷൻ സിയിലെ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ 2 എണ്ണത്തിന് ആൻസർ ചെയ്യുക. 2 × 5 10. അങ്ങനെ ടോട്ടൽ 23 മാർക്സിൻ്റെ എക്സാമാണ് 2 ക്രെഡിറ്റ്സ് ആണെങ്കിൽ വരാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ക്വസ്റ്റ്യൻ പേപ്പറിന് വരാം. 6 ക്രെഡിറ്റിൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് 4 ക്രെഡിറ്റ്സിൻ്റെ ആണ്, പിന്നെ 2 ക്രെഡിറ്റ്സിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ 6 ക്രെഡിറ്റ്സിൻ്റെ 2 എക്സാമും 4 ക്രെഡിറ്റ്സിൻ്റെ 2 എക്സാമുമാണ് വരുന്നത്. അപ്പോൾ 2 എക്സാമും 3 മണിക്കൂറിൻ്റെയും 2 എക്സാം 2 മണിക്കൂറിൻ്റെയാണ് വരുന്നത്. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് നമുക്കിനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ചെയ്യാനുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആണെങ്കിലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണെങ്കിലും അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.